തിരുവള്ളൂരും ദാനശീലനും. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ പണ്ട് ഏലേലസിംഹൻ എന്നു പേരായ ഒരു ജമീന്ദാർ ഉണ്ടായിരുന്നു. ജമീന്ദാറാണെങ്കിലും മഹാപണ്ഡിതനും കാരുണ്യശീലനുമായിരുന്നു അദ്ദേഹം. തീരെ പാവപ്പെട്ടവർക്കും ചികിത്സിക്കാൻ പണമില്ലാത്ത രോഗികൾക്കുമെല്ലാം വലിയൊരു കൈത്താങ്ങായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ മൈലാപ്പൂരിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഏലേലസിംഹന് സന്തതിയായി ആകെയുള്ളത് ഒരേ ഒരു മകനായിരുന്നു. അച്ഛൻ തൻ്റെ ഏകമകന് നൽകിയത് നല്ലൊരു പേരായിരുന്നു, ദാനശീലൻ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ദാനശീലൻ. കൂട്ടുകാരുമൊത്ത് ധൂർത്തടിച്ചും തെമ്മാടിത്തം കാട്ടിയും നടക്കുന്നതിലായിരുന്നു ദാനശീലന് കൂടുതൽ താൽപ്പര്യം. ഏലേലസിംഹൻ ഇടയ്ക്കിടെ മകനെ ഉപദേശിക്കും. ദാനശീല, നിനക്ക് ഞാൻ ഇത്ര നല്ലൊരു പേര് കണ്ടെത്തിയത് സാധുക്കളോട് കരുണ കാണിക്കുന്ന നല്ലൊരു മനസ്സുണ്ടാകാൻ കൂടിയാണ്. ആ പേരിൻ്റെ മഹത്വം നീ കളഞ്ഞു കുളിക്കരുത്. പക്ഷേ അച്ഛൻ്റെ ഉപദേശം കൊണ്ടൊന്നും വലിയ ഫലമുണ്ടായില്ല. മഹാ അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായി ദാനശീലൻ നാട്ടിലെമ്പാടും വിലസി നടന്നു. ഒരിക്കൽ ദാനശീലൻ മോടിയിൽ വസ്ത്രം ധരിച്ച് കൂട്ടുകാരോടൊപ്പം ഒരു രാജകുമാരൻ്റെ ഗമയിൽ മൈലാപ്പൂർ ചന്തയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ചന്തയിലെ ഒരു മരത്തണലിലിരുന്ന് ഒരു നെയ്ത്തുകാരൻ താൻ സ്വന്തമായി നെയ്തുണ്ടാക്കിയ തുണിത്തരങ്ങൾ വിൽക്കുന്നത് കണ്ടത്. ദാനശീലൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അയാളെ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു, ദാനശീല, ആ തുണി വിൽപ്പനക്കാരനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വലിയൊരു പണ്ഡിതനും കവിയും ദയാമയനുമാണ് അദ്ദേഹം. ആരെന്തു പറഞ്ഞാലും എത്ര പരിഹസിച്ചാലും അദ്ദേഹത്തിന് തെല്ലുപോലും ദേഷ്യം വരില്ല. ഓ, അതൊക്കെ നീ വെറുതെ പറയുന്നതാണ്. അയാളുടെ ദേഷ്യം അണപൊട്ടി ഒഴുകുന്നത് ഞാനിപ്പം കാണിച്ചു തരാം, വാ. ദാനശീലൻ കൂട്ടുകാരെയും കൂട്ടി നെയ്ത്തുകാരൻ്റെ അരികിലേക്ക് ചെന്നു. അവിടെ വിരിച്ചിട്ടിരുന്ന ഏറ്റവും നല്ല വസ്ത്രം കയ്യിലെടുത്ത് അവൻ ചോദിച്ചു, നെയ്ത്തുകാരാ, ഈ തുണിക്ക് എന്താ വില? ഇതിന് 2 പണമേ വിലയുള്ളൂ, നെയ്ത്തുകാരൻ പറഞ്ഞു. ദാനശീലൻ അപ്പോൾ തന്നെ ആ വസ്ത്രം 2ആയി വലിച്ചു കീറി. എന്നിട്ട് ഒരു കഷ്ണം എടുത്തുയർത്തി. ഇതിനെന്താ വില? ഇതിന് 1 പണം മതി, നെയ്ത്തുകാരൻ അറിയിച്ചു. ദാനശീലൻ പിന്നെയും പിന്നെയും ആ വസ്ത്രം കീറി ചെറു കഷ്ണങ്ങളാക്കി. ഓരോ തവണയും അവൻ നെയ്ത്തുകാരനോട് അതിൻ്റെ വില ചോദിച്ച് അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും യാതൊരുവിധ ദേഷ്യമോ അസഹ്യതയോ തോന്നാത്ത വിധം ആ മനുഷ്യൻ മറുപടി നൽകിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദാനശീലൻ്റെ മട്ടും ഭാവവും മാറി. അവൻ പറഞ്ഞു, ചെറുതുണ്ടുകളായി കീറിയ ഈ വസ്ത്രം ഇനി എന്തിനു പറ്റും? ഇതെനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ എടുത്തോളൂ. അപ്പോഴും നെയ്ത്തുകാരൻ ശാന്തത കൈവിടാതെ അവരുടെ നടുവിലിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയം കൈവിടാതെയുള്ള ഇരിപ്പും പെരുമാറ്റവും കണ്ട് ദാനശീലൻ വല്ലാതെ അമ്പരന്നു. അവന് എന്തെന്നില്ലാത്ത കുറ്റബോധവും വേദനയും തോന്നി. അവൻ പറഞ്ഞു, നെയ്ത്തുകാരാ, അങ്ങ് നല്ലൊരു മാന്യനാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഞാൻ കീറി നശിപ്പിച്ച വസ്ത്രത്തിൻ്റെ വില മുഴുവനായും ഞാൻ തന്നെ അങ്ങേക്ക് തരാം. അപ്പോൾ നെയ്ത്തുകാരൻ്റെ മുഖം പെട്ടെന്ന് പ്രസാദാത്മകമായി. അദ്ദേഹം പറഞ്ഞു, കുമാരാ, വസ്ത്രത്തിൻ്റെ വിലയായ 2 പണം ഇനി എനിക്ക് വേണ്ട. ആ വസ്ത്രമാണല്ലോ കുമാരൻ്റെ മനസ്സു മാറ്റിയെടുത്തത്. അതിലും വലിയ വില വേറെ കിട്ടാനില്ല. എൻ്റെ വസ്ത്രത്തിന് ഏറ്റവും മികച്ച വില തന്നെയാണ് കുമാരൻ നൽകിയിരിക്കുന്നത്. ഇനി വേറെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് തൃപ്തിയായി. നെയ്ത്തുകാരൻ്റെ ഈ വാക്കുകൾ കേട്ടതോടെ ദാനശീലൻ്റെ മനസ്സിൽ മാറ്റത്തിൻ്റെ ഒരു കടൽ ഇരമ്പി മറിഞ്ഞു. ദാനശീലൻ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങൾ തൊട്ടു നമസ്കരിച്ചു. അവൻ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണ് ഇപ്പോൾ അങ്ങനെ പഠിപ്പിച്ചത്. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ ശിഷ്യനായി ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വത്സ, നിന്റെ ജീവിതം ഇപ്പോൾ ധന്യവും നിർമ്മലവുമായിരിക്കുന്നു. ഇപ്പോൾ നീ ശരിക്കും ദാനശീലനായി. നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായി അംഗീകരിക്കുന്നു. നെയ്ത്തുകാരൻ ദാനശീലൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഈ നെയ്ത്തുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? പിൽക്കാലത്ത് തമിഴകത്തെ ഏറ്റവും പ്രശസ്തനായ മഹാകവിയായി തീർന്ന തിരുവള്ളുവരായിരുന്നു അത്. തുണിനെയ്ത്ത് കുലത്തൊഴിലാക്കിയിട്ടുള്ള ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. തിരുവള്ളുവർ രചിച്ച തിരുക്കുറൾ എന്ന കൃതി
തമിഴകത്തുണ്ടായ ഏറ്റവും വിശിഷ്ട കൃതികളിൽ ഒന്നാണ്.